ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കൊമിക് റീൽസ്. മാർവൽ സ്റ്റുഡിയോസ് ഇപ്പോൾ തിരിച്ചു സെറ്റിൽ വർക്ക് ചെയ്യുന്നു അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് വേണ്ടി. സിമ്പിൾ റീഷൂട്ട്സ് അല്ല, പകരം മൂവിയുടെ അവസാനം കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രധാന സീൻസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. റൂസോ ബ്രദേഴ്സ് ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും ഡയറക്ട് ചെയ്ത സെയിം ഡയറക്ടേഴ്സ് ഇപ്പോൾ ഫിലിമിന്റെ എൻഡിങ് പെർഫെക്റ്റ് ആക്കാനുള്ള ഫൈനൽ ടച്ചസ് നടത്തുന്നു. കാരണം ഡൂംസ്ഡേയും സീക്രട്ട് വാസും ബേസിക്കലി ഒരു 2-part സ്റ്റോറിയാണ്. ആക്ട്രസ് ടിയോണ പാരിസ് തിരിച്ചു വന്നു മോണിക്ക റാംബോയായി സീൻ ഷൂട്ട് ചെയ്യാൻ. ആ ക്യാരക്ടറിന്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആകും അവഞ്ചേഴ്സും എക്സ്മാനും ലിങ്ക് ചെയ്യാൻ. ഇപ്പോൾ മോണിക്ക ഒരു വേറെ യൂണിവേഴ്സൽ ട്രാപ്ഡ് ആണ്. അത് മൾട്ടിവേഴ്സ് ഇൻകേഷൻസ് യൂണിവേഴ്സ് ക്ലാഷ് ഉണ്ടാക്കാൻ കാരണമായിട്ട് പറയുന്നു. ഡോക്ടർ ഡൂം ആ ക്യാരക്ടറിനെ ഹണ്ട് ചെയ്യുന്നു. മോണിക്ക അവരിൽ ഒരാൾ ആകും. അവഞ്ചേഴ്സ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വരും. ഡൂമും അവരും നടത്തുന്ന ഒരു മാസി കൺഫ്രണ്ടേഷനാണ് സെറ്റപ്പ്. റിപ്പോർട്ട്സ് പറയുന്നത് മോണിക്ക ഡൂമിന്റെ കയ്യിൽ മരിക്കുമെന്ന്. അത് ഡൂമിന്റെ വലിയ പവറും ഹൈ സ്റ്റേക്സും കാണിക്കുന്നു. ഇപ്പോൾ റീഷൂട്ട്സ് നടക്കുന്നത് മെയിൻലി ഒരു വലിയ ബാറ്റിൽ സീൻ വേണ്ടിയാണ്. ഡോക്ടർ ഡൂം, അവഞ്ചേഴ്സ്, മേബി എക്സ്മെൻ എല്ലാം ഇൻവോൾവ് ആകുന്ന ഒരു ബാറ്റിൽ. ഡൂം മാർവലിന്റെ ഏറ്റവും പവർഫുൾ വില്ലനായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. സോസറിയും ഹൈടെക് ആർമറും കൂടി അദ്ദേഹത്തിന് ക്യാങ്ങിനെറ്റെക് പോലും കിട്ടിയെന്നുള്ള തിയറിയുണ്ട്. ഡൂമിനെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്ന ചില ഹീറോസ് മാത്രമുണ്ട്. തോർ, ക്യാപ്റ്റൻ മാർവൽ, ഹൾക്ക്, സ്കാർലറ്റ് വിച്ചൊക്കെ. വേറെ ഹീറോസ് പോലെ എലേന ബെലാവ, സാം വിൽസൺ, ക്യാപ്റ്റൻ അമേരിക്ക, ജോൺ വോക്കറൊക്കെ അദ്ദേഹത്തിന് മുമ്പിൽ ഹെൽപ്ലെസ് ആകും. ഡോക്ടർ സ്ട്രേഞ്ചും സ്കാർലറ്റ് വിച്ചും ഡൂമിന്റെ സൈഡിലായിരിക്കും എന്നൊരു പോസിബിലിറ്റി ഉണ്ട്. വിഷൻ കോസ്റ്റ് സീരീസിൽ അവരുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ഡൂംസ്ഡേ അവസാനിക്കുമ്പോൾ ഹീറോസ് വിവിധ യൂണിവേഴ്സിൽ സ്കാറ്റർ ആകും. ബാറ്റിൽ വേൾഡിൽ ആര് വരും, ആരുടെ മെമ്പർ നിൽക്കും എന്നൊക്കെ അത് ഡിസൈഡ് ചെയ്യും. ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ കൺക്ലൂഷൻ തന്നെ സീക്രട്ട് വാർസിന്റെ ബിഗിനിങ് ഷേപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ മാർവൽ ഇതിനുശേഷം ഒരു മേജർ റിലീസും അനൗൺസ് ചെയ്തിട്ടില്ല. ഇത് ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും തമ്മിലുള്ള ഗ്യാപ്പ് പോലെയാകും. ഓഡിയൻസ് ഒരു വർഷം വെയിറ്റ് ചെയ്യാൻ വേണ്ടി. റൂസോ ബ്രദേഴ്സ് ഇപ്പോൾ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തു. പ്രൊഡക്ഷൻ ഫൈനൽ സ്റ്റേജിലാണ്. മൂവിയുടെ ടോണും ക്ലൈമാക്സും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി. റിപ്പോർട്ട്സ് പറയുന്നത് വലിയ മൾട്ടിവേഴ്സ് ബാറ്റിൽ സീൻസ് ഉണ്ടാകും. ഡോക്ടർ ഡൂം, ഡെഡ്പൂൾ, വൂൾവറിൻ, ബ്ലേഡ്, ഇലക്ട്ര, ഗാംബിറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത്. റൂസോ ബ്രദേഴ്സ് പറയുന്നത് പോലെ സീൻസ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിൽ കണ്ടതിനേക്കാൾ 50 times ബിഗർ ആയിരിക്കും. ഇതൊക്കെ കൂടി മാർവലിന്റെ ഏറ്റവും മാസീവ് ഗെയിം ചേഞ്ചിങ് പ്രൊജക്റ്റായി അവഞ്ചേഴ്സ് ഡൂംസ്ഡേ തയ്യാറാവുന്നു. സോ ഈ പുതിയ അപ്ഡേറ്റ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻസ് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ അണ്ട് ദി നെക്സ്റ്റ് റീലോഡ്സ്, സ്റ്റേ റീൽ വിത്ത് us.